വയനാട് ദുരന്തത്തിൽ കേരളത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. ധനസഹായം പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദേശീയ ദുരന്തമായി അംഗീകരിക്കാനാകില്ല എന്നുകൂടി അറിയിക്കുന്നു കേന്ദ്ര സർക്കാർ. നിലവിലെ മാനദണ്ഡങ്ങൾ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കേരളത്തിന് രേഖാമൂലം മറുപടി നൽകി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ മതിയായ മിച്ചമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. നോക്കാം വിവരങ്ങൾ സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി കേരളത്തിലെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് നൽകിയ മറുപടി കത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര അവഗണന വ്യക്തമാക്കുന്നത്. ഇതിൽ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനുള്ള മാനദണ്ഡം നിലവിലില്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ദേശീയ ദുരന്തം പോലെ തന്നെ വലിയ കൂടുതൽ ധനസഹായം വേണമെന്ന ആവശ്യം കൂടി കേരളം ആവശ്യപ്പെടുകയും 2400 കോടി രൂപയുടെ പാക്കേജ് അടക്കം പ്രഖ്യാപിക്കുന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ 1 രൂപ പോലും ലഭിക്കില്ല എന്ന് കേന്ദ്രത്തിൻ്റെ ഈ മറുപടിയിലൂടെ വ്യക്തമാണ്. അതായത് ഇതിൽ ഈ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കുന്നത് കേന്ദ്ര സമിതി വയനാട്ടിലെത്തുകയും അവിടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മറുപടി കത്തിൽ പറയുന്നത്. പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചെന്നോ 1 രൂപ പോലും നൽകിയതായിട്ടോ ഈ ഒരു മറുപടി കത്തിൽ വ്യക്തമാക്കുന്നില്ല. അതായത് ഈ ബീഹാറിനും അതോടൊപ്പം തന്നെ മറ്റുള്ള NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി പണം നൽകുന്ന കേന്ദ്ര സർക്കാർ കേരളത്തോട് പൂർണ്ണമായും അവഗണന കാണിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്ന മറുപടി ലഭിച്ചിരിക്കുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്ക് നൽകുന്ന എല്ലാ വർഷവും നൽകുന്ന ഫണ്ട്, ആ ഫണ്ട് ഇപ്പോഴും ഈ ഒരു കത്തിലൂടെ വീണ്ടും ആവർത്തിക്കുകയാണ്. 388 കോടി രൂപ സംസ്ഥാന നിവാരണ സേനയ്ക്ക് നൽകി എന്ന് പറയുന്നു. പക്ഷേ ഈ ഫണ്ടിൽ 20% കേരളത്തിൻ്റെ ഫണ്ട് ആണ് താനും. എന്തായാലും ഈ ഫണ്ടിൽ ഈ ഒരു വയനാട് ദുരന്തത്തെ അതിജീവിക്കാനുള്ള മിച്ചമുണ്ട് എന്നുള്ള ഒരു വിചിത്രവാദം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ കത്തിലൂടെ വ്യക്തമാകുന്നു. അത് രേഖാമൂലം വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിന് അല്ലെങ്കിൽ വയനാടിൻ്റെ മുണ്ടയ്ക്ക് അതോടൊപ്പം തന്നെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 രൂപ പോലും അധിക ധനസഹായം ലഭിക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി വയനാട്ടിൽ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടുകൊണ്ട് പലതവണ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. മാത്രമല്ല, ഇതൊരു ദേശീയ ദുരന്തം പോലെ തന്നെ വലിയ ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ 2400 കോടിയോളം രൂപയെങ്കിലും അധിക ധനസഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായ കണക്കുകൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആ കണക്കുകൾ ലഭിച്ചു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടും ഇതിൽ ധനസഹായമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി ഇരിക്കുകയാണ്. എന്തായാലും തീർത്തും നിരുത്തരവാദിത്വപരമായ ഒരു മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും രേഖാമൂലം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേന്ദ്ര അവഗണന എന്താണ് രാഷ്ട്രീയം കേരളത്തോട് എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. ആ ഒരു കാര്യം ഇപ്പോൾ ആ ഒരു അവഗണനയും എല്ലാം തന്നെയും ഇപ്പോൾ ഈ ഒരു വലിയ ദുരന്തത്തിലും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസിത, ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.